പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയരെ, ഇന്ന് ഓഗസ്റ്റ് 26 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ,
പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നമ്മൾ വേണ്ട സമയത്ത് അനുഗ്രഹവും കൃപാവരം ലഭിക്കാൻ കൃപയുടെ സിംഹാസനം വാഗ്ദാനപ്പെടുത്തി സമീപിക്കാൻ പറഞ്ഞു. എങ്ങനെ സമീപിക്കണം? അതിൻ്റെ 10 യോഗ്യതകളിലെ 9 നമ്മൾ ഇന്നലെ പറഞ്ഞു. 10ാമത്തെ യോഗ്യത എന്താണെന്നറിയാമോ? നന്ദിപൂർവ്വം പ്രവേശിക്കണം, നന്ദിപൂർവ്വം സമീപിക്കണം. അതാണ് 1 തെസ്സലോനിയ 5:16 എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, എപ്പോഴും സന്തോഷിച്ചിരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. എല്ലാ കാര്യവും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം. നമ്മളെ എല്ലാ വിഷയത്തിനും നമുക്കൊരു മോശം വന്നാൽ, ഇപ്പം ഞാൻ അതിന് ഈ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ഞാൻ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടത്, എൻ്റെ 15ാമത്തെ വയസ്സ്, ഞാൻ ഇപ്പോൾ SLC പഠിക്കുമ്പോഴാണ് അപ്പം മരിച്ചത്. അപ്പോൾ എനിക്ക് താങ്ങാനേ പറ്റത്തില്ലായിരുന്നു. പക്ഷേ സെമിനാരിൽ പോയിട്ട് ഒറ്റക്കാണ് പോയത്. സെമിനാരി ചേർന്ന് കൊണ്ടൊന്നും ആക്കാൻ ആരില്ലായിരുന്നു. അപ്പം നിക്കറക്കിട്ടാണ് പോയത് അവിടെ സെമിനാരി. അവിടെ ചെന്നിട്ടാണ് മുണ്ടൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ അവിടെ എന്ത് പ്രശ്നം വെച്ചാൽ അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അപ്പനില്ലാതെ പറയാനായി. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ലായിരുന്നു. അവരുടെ അമ്മയോട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ ജീവിച്ചിട്ടില്ല. എല്ലാം അപ്പനോടാണ് പറഞ്ഞ് ജീവിച്ചിരിക്കണത്. നിങ്ങളെല്ലാം അമ്മയോടല്ലേ പറയണത്. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ലാഞ്ഞ കാരണം എനിക്ക് അമ്മയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ അമ്മയ്ക്ക് പ്രധാനമുള്ള കാര്യങ്ങളാണ് അമ്മയോട് പറയണത്, സ്വരത്തിലൊക്കെ പറയേണ്ടി വരും. അപ്പം അപ്പനോടാണ് അതിലെല്ലാം പറയണത്. പക്ഷേ എനിക്ക് പറയാൻ ആളില്ലാതെ ഞാൻ ഇങ്ങനെ വിമ്മി പൊട്ടി ഇങ്ങനെ 2 മാസം സെമിനാരി കരഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞ് ഞാൻ അതിനെ അതിജീവിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ എനിക്കൊരു ബോധം തന്നതാണ്. അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നൊരു ഇടവക വികാരിയാക്കത്തില്ല. അപ്പൻ എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, നീ മിഷണറി പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മിഷണറി തന്നെ പോയി ചേർന്നത്. അപ്പൻ്റെ ആഗ്രഹമുള്ള കാരണം ഞാൻ അപ്പം മരിച്ചിട്ടും ഞാൻ സെമിനാരി പോയി ചേർന്നത് മിഷണറിയിലാണ്. മിഷൻ കോഴിക്കോട് രൂപതയിലും അതുപോലെ തന്നെ IMSലൊക്കെയാണ് പോയി ചേർന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്തോ എനിക്ക് കുറച്ച് മാർക്ക് കുറവായിരുന്നു. അതിൻ്റെ പേരിൽ ആണ് അവിടെ നിന്നെല്ലാം എന്നെ എടുത്തില്ല. അപ്പം ഞാൻ അവസാനം വന്ന് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ആലപ്പുഴ ചേർന്നത്. ആലപ്പുഴ ചേർന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർഷിക ധ്യാനത്തിന് പോയപ്പോഴേ ഞാൻ എല്ലാ വർഷവും വാർഷിക ധ്യാനത്തിൽ പോകുമ്പോൾ അന്തോണിസൂൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. വെള്ളിയാഴ്ച പോരാൻ നേരത്ത് എല്ലാ വ്യാഴാഴ്ച കഴിഞ്ഞ 40 കൊല്ലമായിട്ട് ഞാൻ മുടങ്ങാതിരുന്നൊരു കാര്യമാണ്. ആലപ്പുഴ അന്തോണിസിൻ്റെ മുമ്പേ പ്രാർത്ഥിക്കും. എന്താ കാര്യം വെച്ചാൽ എന്നെ സെമിനാരിന്ന് റിജക്റ്റ് ചെയ്ത് എനിക്ക് ആലപ്പുഴ സെമിനാരി എന്നെക്കൊണ്ട് ആക്കാനോ പറയാനോ ആരുമില്ല. അപ്പം ഞാൻ അന്തോണിസിനടുത്ത് എൻ്റെ SLC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി എന്നിട്ട് കർത്താവിൻ്റെ മാല അറിയത്തുള്ളായിരുന്നു. കർത്താവിൻ്റെ മാലാകെ ചെന്നിട്ടും കിഴക്കുവശത്താണ് അന്നത്തെ ബിഷപ്പ് ഹൗസ്, ആലപ്പുഴ ഓർഫനേജിൻ്റെ കിഴക്കുവശത്ത്. അവിടെ ഞാൻ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ സ്റ്റെയർകേസിൽ നിൽക്കും. ആരാണ്? അപ്പോൾ അവിടെ നിന്ന് മുകളിൽ നിന്നൊരു അച്ഛൻ ഇറങ്ങി വരും. എന്താടാ വന്നെന്ന് ചോദിച്ചു. എന്നെ അറിയത്തില്ല, ഞാൻ സെമിനാരി ചേരാൻ വന്നു. അതിൻ്റെ സമയം കഴിഞ്ഞില്ല എന്ന് പറയും. എന്നാലും ഈ അച്ഛൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ബിഷപ്പിനെ കാണിക്കും, അന്നത്തെ ആറുള്ള പിതാവിനെ. അപ്പോൾ എന്തിനു വിളിക്കാൻ പറയും. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ ചേർന്ന ആളാണ്. അപ്പോൾ അന്തോണിസാണ് എന്നെ ചേർത്തത്. അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും അന്തോണിസിൻ്റെ അടുത്ത് വാർഷിക ധ്യാനം കഴിയണതിൻ്റെ തലേദിവസം അന്തോണിസിൻ്റെ അടുത്ത് പോയി നന്ദി പറയും. ഇത് പിന്നെ ഞാൻ സെമിനാരി പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്. രാത്രി 2 മണിക്ക് മൂന്നാമത്തെ നിലയിൽ കൂടി കയറി കയറിയിട്ട് ഒറ്റക്ക് നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ മുടങ്ങാതെ കഴിഞ്ഞ വ്യാഴാഴ്ച ആ സെമിനാരിയുടെ 3-ാം നിലയിൽ പോയി ഒരു ജപമാല എത്തിച്ചിട്ട് പോരും. നമ്മൾ ദൈവം നമ്മൾ കണ്ടുമുട്ടിയ നമ്മുടെ സ്ഥലങ്ങളാണൊക്കെ. ഈ യാക്കോബിന് ബെദ്ദേരി പോലെയാണ് എനിക്ക് സെമിനാരിയുടെ 3-ാം നില എന്ന് പറയുന്നത്. ഞാൻ
അന്ന് അവിടെ കയറാൻ പറ്റത്തില്ല, ഞാനൊരു ഏണിയായിരുന്നു. അത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കയറി പോകണമായിരുന്നു. അവിടെ പോയി ഇരിക്കും, കുറേ നേരം നിലാവിൽ നോക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് എന്നെ ശുശ്രൂഷയ്ക്ക് എടുത്തപ്പോൾ ഇപ്പോൾ ഞാനൊരു മിഷണറി പോലെ തന്നെയാണ്. അത് ഇടവക വികാരിയാണ്. അപ്പോൾ ദൈവം വിചാരിച്ച ഇതെല്ലാം നടക്കും. പക്ഷെ അപ്പനുണ്ടെങ്കിൽ ഈ ഇടവക വികാരിയായിട്ട് വിടത്തില്ല. അപ്പം പല ഇടവക വികാരിയുമായിട്ട് ഗുസ്തിയായിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അറിയത്ത് സംഘത്തിൻ്റെയൊക്കെ വലിയ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയൊക്കെ ബോർഡ് മെമ്പറായിരിക്കും. പിന്നെ പള്ളിയിലെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ അപ്പം അതുകൊണ്ട് ഇവർ ഭയങ്കര ഈ പള്ളിയിലെ ഒരു വേറെ സെറ്റപ്പാണല്ലോ. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാനിങ്ങനെ ഈ അന്തോണിസിൻ്റെ അടുത്ത് ചെല്ലാനും ഒറ്റക്ക് പ്രാർത്ഥിക്കാനും. അപ്പോൾ ഒറ്റക്ക് ദൈവവിളി സ്വീകരിച്ച കാരണം എനിക്ക് കർത്താവ് എനിക്ക് അന്ന് തന്നെ നല്ല ധൈര്യം തന്നു. അപ്പോൾ ഞാൻ എനിക്ക് അതിൻ്റെ അകത്ത് നന്ദിയുണ്ട് ദൈവത്തോട്. കാര്യം എന്താണ്, അപ്പനുണ്ടെങ്കിൽ എല്ലാം അപ്പം ചെയ്യും. നമുക്ക് ആരും ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വരികയില്ല. ഞാനിന്ന് ദൈവത്തിൽ ആശ്രയിച്ച പോലും അപ്പനില്ലാഞ്ഞ കൊണ്ടാണ്. അപ്പോൾ എന്താണ്, നന്ദിയാണ്. ഇപ്പോൾ പണ്ട് നിലവിളിച്ച കാര്യത്തിൽ ഇപ്പോൾ ഞാൻ നന്ദി പറയണേ. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആ കാര്യം വെച്ചുകൊണ്ട് എന്നോട് അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കരുത്. നന്ദി പറഞ്ഞാൽ മതി. അതിനകത്ത് എന്തെങ്കിലും കാര്യം നന്ദിയുടെ ഉണ്ടാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.